ദൈവം ഇവിടെ ഉണ്ടോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൺഫ്യൂസ് ചെയ്യാനുണ്ട്. ദൈവം കൂടെ ഉണ്ടോ? ദൈവം കൂടെ ഉണ്ടോ നമ്മുടെ? വാസുവിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ ദൈവത്തിനെ? ദൈവം ഒന്ന് വണ്ടിക്കകത്ത് കയറും. ദൈവം ഒന്ന് വണ്ടി കയറേ, കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. നമ്മൾ തെറ്റ് ചെയ്താൽ അപ്പൊ തിരുത്തണമെന്ന്. അപ്പൊ ദൈവമേ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഞാൻ ഈ സിറ്റിയിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ സിറ്റി നിങ്ങൾ 11 പേര് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ എന്താ പരിപാടി എന്ന് എനിക്കറിയത്തില്ല. പല വട്ടം ഞാൻ കയറാൻ നോക്കി, കയറാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ നിരുത്സാഹപ്പെട്ട് അവസാനം ഇങ്ങനെ പാട്ട് കേട്ട് ഒന്നും ചെയ്യാതില്ലാതായപ്പോ ഞാൻ അധോലോകത്ത് വേറൊരു ഗെയിമിൽ കയറി. അത് കയറി കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുറെ പേര് വന്നിട്ട് പറഞ്ഞു സിറ്റി അപ്പായി. അങ്ങനെ സിറ്റി അപ്പായ സാഹചര്യത്തിൽ എന്റെ വെടിയൊന്നും കൊള്ളുന്നില്ല അതിനകത്ത്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു ഫ്രസ്ട്രേറ്റഡ് ആണല്ലോ. വെളിയിറങ്ങണോ ദൈവത്തിന്? നല്ലത്. കേക്കാവോ? അങ്ങനെ വെടിയൊന്നും കൊള്ളാതെ ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് സിറ്റി അപ്പായി എന്ന് പറയുന്ന മെസ്സേജ് വന്ന സമയത്ത് ഞാൻ അബദ്ധവശാൽ ഈ സെർവറിനെ, ഈ പുണ്യപുരാണമായ സെർവറിനെ ലേശം ലെവലിൽ ഒന്ന് ഡീഗ്രേഡ് ചെയ്തു. ഞാൻ സിറ്റി കയറാം. ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് കളിക്കാൻ നോക്കി. കാരണം സിറ്റി അപ്പല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യണ്ടേ? എന്റെ ലൈവ് മുന്നോട്ട് പോകണ്ടേ? എടാ സിറ്റി അപ്പ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവന്മാരുടെ തോന്നുന്ന ഇഷ്ടത്തിന് കയറാൻ പറ്റും സിറ്റിക്കകത്ത്? അവന്മാർ എപ്പോഴും ആണ്ടിന്റെ ചങ്ങനാത്തേക്ക് ഓപ്പൺ ആക്കി ഇടുകയും ചെയ്യാൻ അതിനകത്ത് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമുക്ക് പറ്റുമ്പോഴേ കയറാം. നമുക്ക് ഇഷ്ടമുള്ളപ്പോ കയറാനാണ് ആ സാധനം തുറന്നിട്ടെങ്കിൽ അമൃഷ്ടത്തിന് കയറാനല്ല. ഞാൻ പറയുന്നത് ഒഫൻസീവായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ സത്യമാണ്, എത്രാന്നും പറഞ്ഞിട്ടാ നമ്മുടെ ലൈവിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതാക്കിയിട്ടും എല്ലാം നിൽക്കുന്നേ. കേദിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. അല്ല, കേറിക്കുന്നൊന്നുമില്ല. ഞാൻ പറയാൻ കേക്ക്. അങ്ങനല്ല, ഞാൻ പറയുന്നത് മൊത്തം കേക്കൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പദപ്രയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെർവർ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ഇഷ്ടത്തിന് വേണം നമ്മൾ കളിക്കാനോ അതോ നമ്മുടെ ഇഷ്ടത്തിന് അവിടെ കയറി കളിക്കാനോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചായിരുന്നു. ഞാൻ കുറച്ച് ആക്രോശിച്ചു, മനസ്സിലായോ? എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ കയറി കളിക്കണോ നമ്മുടെ ഇഷ്ടത്തിന് നിങ്ങൾ തുറന്നു വെച്ചേക്കോ എന്നുള്ള രീതിക്ക് നമ്മള് കേറ്റാത്തതല്ല, പറ്റാത്തതാണ്. പക്ഷെ എനിക്ക് ആ സാഹചര്യത്തിൽ ഞാൻ കുറച്ച് ആക്രോശിതനായി, മനസ്സിലായോ? അതിൽ ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാനതിൽ കുറച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ കയ്യിരിക്കുന്ന കേസല്ലല്ലോ ഇത്. കുറെ ശ്വാനപുത്രന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇരിക്കുന്ന കേസല്ല. പട്ടിമക്കൾ. അപ്പം അപ്പോയോ അങ്ങേര്? അപ്പം അതിൽ ഞാൻ കേറിക്കുന്നുണ്ട് കേട്ടോ. അത് നാളെ ഇനി ക്ലിപ്പായിട്ട് വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ മനസ്സിൽ എന്റെ തെറി വിളിക്കരുത്. എന്റെ ഉദ്ദേശശുദ്ധി ഇതായിരുന്നു ഞാൻ തെളിയിച്ചേ. അല്ല, ഇത് ക്ലിപ്പായിട്ട് കൊടുക്കാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇത് ടർഫ് റീഷെഡ്യൂൾ ചെയ്ത് ഇന്നത്തെ നാളേക്ക് മാറ്റി. ഇതേ സംഭവം ജോക്കി പറഞ്ഞ പോലെ ഒരു ശാനപുത്രൻ ആ സംഭവം അല്ലേ? ശാനപുത്ര അടികൾ വരുന്നുണ്ടല്ലേ? ഷാനിന് പിറന്നവന്മാരാണ് അതൊക്കെ.